ഇതാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന പൊടി. ബൈ വൺ ഗെറ്റ് വൺ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഒന്നെടുത്ത് വെച്ചു. പിന്നെ ഒരു പാത്രം എടുത്തു. പിന്നെ ആദ്യം ഒരു ഗ്ലാസ് പഞ്ചസാര കൂട്ടി. പിന്നൊരു 3/4 ഗ്ലാസോളം പഞ്ചസാര പിന്നെയും കൂട്ടി. പിന്നെ സെയിം അളവിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു, 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, സെറ്റാക്കി. പിന്നെ ഉണ്ടല്ലോ ആ സബ്സ്ക്രൈബ് ഒന്ന് അടുക്കിയിട്ടാ. നേരെ എടുത്തു ഗ്യാസ് ഓണാക്കി ഗ്യാസിൻ്റെ വണ്ടിക്ക് എടുത്ത് വെച്ചു. ഗ്യാസിൻ്റെ കോലം കണ്ടില്ലേ, ഫ്ലിപ്പിന്ന് PG നോക്കി എടുത്തതാ. വാറണ്ടി കഴിഞ്ഞതും സംഭവം പൊട്ടി. ഗ്ലാസ് ടോപ്പർ തന്നെ വേണം പറഞ്ഞ് വാങ്ങിയതാ. 3 ബർണറിൻ്റെ ഒരു ഭൂകമ്പത്തിൽ പൊട്ടിയതിന് ശേഷമാണ് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായത്. പിന്നെ നമ്മൾ അന്ന് ഉണക്കി വെച്ച ഏലക്ക എടുത്തിട്ടു. പിന്നെ അത് തിളച്ച് വന്ന് തുടങ്ങിയപ്പോഴേക്കും ഇതേ വന്ന് കയ്യിലേക്ക് ഒരു പാത്രം. പൊട്ടിയതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അടുത്ത ഭൂകമ്പം ഉണ്ടായേനെ. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഗുലാബ് ജാമിൻ്റെ പൊടി ഇട്ടു, ഒരു സ്പൂൺ നെയ്യിട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. പാലായിരുന്നു വേണ്ടത്, പാല് വിട്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചു. പിന്നെ ഇടിച്ചിടിച്ച് കുഴച്ച് ഈ ചപ്പാത്തി പരുവാക്കി വെച്ചു. പിന്നെ അതിനെ ചെറിയ ചെറിയ ഗോട്ടി പരുവാക്കി വെച്ചു. പിന്നെ ഒരു ചീഞ്ചട്ടി എടുത്തു, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ കുറേശ്ശെ പൊട്ടാതും തട്ടാതൊക്കെ അതിലെടുത്തിട്ടു. വെന്തോന്ന് തുടങ്ങി ഈ ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ നേരെ എടുത്തു ആ പഞ്ചസാര പാവിലേക്ക് എടുത്തിട്ട് വെച്ചു. ചൂടോടെ തന്നെ ഇട്ടു. ഇവനാണ് ഐറ്റം. ഇത്രയും കിട്ടി. പിന്നെ നേരെ ഒരു ചെറിയ പാത്രത്തേക്ക് ഒരു 3 എണ്ണം എടുത്തു. ആ പഞ്ചസാര പാവോടോട് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കുത്തിയെടുത്തു, കഴിച്ചു. സംഭവം ഉഷാറായിട്ടുണ്ടായിരുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാം. ലൈക്കും കൂടി ചെയ്താൽ മധുരമൊക്കെ ഇരട്ടിക്കും.